ജീവിതത്തിൽ മനസ്സിന്റെ ഡെവലപ്മെന്റ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ സംസാരിക്കുന്നത് മനുഷ്യനോടല്ല, മനസ്സിനോടാണ്. വാസ്തവത്തിൽ മനുഷ്യൻ എന്നാൽ മനസ്സാണ്. നമ്മൾ ആ മനസ്സെന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിലേ ഇല്ല. വാസ്തവത്തിൽ മനസ്സ് താളം തെറ്റിയാൽ എല്ലാം പോയി. മനസ്സിലാണ് ജീവിതം ഇരിക്കുന്നത്. മനസ്സിന് ഊർജമില്ല, ഉത്സാഹമില്ലെങ്കിൽ എവിടെയുണ്ട് ജീവിതം? മനസ്സിന് സന്തോഷവും സംതൃപ്തി ഇല്ലെങ്കിൽ എവിടെയാണ് ജീവിതം? മനസ്സിനൊരു സമചിത്തത ഇല്ലെങ്കിൽ, സ്റ്റഡീനെസ് ഇല്ലെങ്കിൽ എവിടെയാണ് ജീവിതം? ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ ഞാൻ പറയണത്? മനസ്സ് താളം തെറ്റിയാൽ ജീവിതം താളം തെറ്റിയോ? ഉണ്ടോ? ഈ മനസ്സ് താളം തെറ്റിക്കുന്ന വിധത്തിൽ, മനസ്സിന്റെ ജീവിത ക്രമം തെറ്റിക്കുന്ന വിധത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കൂ, കൊച്ചുകുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ കൂടി വരിക. അതുകൊണ്ട് അവരുടെ പഠനത്തിലേക്കുള്ള അവരുടെ കോൺസെൻട്രേഷൻ മാറുന്നുണ്ട്. അതേപോലെ തന്നെ മൊബൈലിൽ വേണ്ടാത്തതായിട്ടുള്ള പലതും കണ്ട് കണ്ട് ഭ്രാന്ത് പിടിച്ച് പല കുട്ടികളും ഗെയിമിൽ പെട്ടുപോകുന്നു. കുറെ കുട്ടികൾ പ്രോണായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് സ്പോയിൽ ആവണു. പലരും പല രീതിയിൽ പോയി. പലരും വേണ്ടാത്ത ചിത്രങ്ങൾ അയച്ച അവസാനം ആത്മഹത്യാ വക്കിലെത്തുന്ന അവസ്ഥ ഉണ്ടോ ഇല്ലയോ? ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഹൗ വി ക്യാൻ സിങ്ക്രണൈസ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ സിങ്ക്രണൈസ് ഈ ആത്മീയതയും ജീവിതവും എങ്ങനെ കണക്ട് ചെയ്യാം. ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കുള്ള ജോലി. അപ്പൊ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്നാൽ മനസ്സാണ്. ആരാ മനുഷ്യൻ? മനസ്സാണ് മനുഷ്യൻ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥാവില്ല. പക്ഷെ ആ മനസ്സിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു അന്തർമുഖത്വം വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ വലിയ ദീപസ്തംഭത്തിന്റെ താഴെ ആമയുടെ രൂപം വെച്ചിരിക്കുന്നത്. നിങ്ങൾ വലിയ കൽവിളക്കിലോ അല്ലെങ്കിൽ വലിയ ദീപസ്തംഭങ്ങളിലേക്കോ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റുന്നത് എന്താണ്? എന്തിനാണ് ആമയെ വെച്ചത്? തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ടാണോ? കാരണം തമിഴ്നാട്ടുകാരാണ് എന്ത് ചോദിച്ചാൽ ആമ എന്ന് പറയും. എന്തിനാണ് ഈ ആമയെ വെച്ചിരിക്കുന്നത്? ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് എന്തിനാണ് ഈ ആമ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് അറിയോ ഇതിനെക്കുറിച്ച്? നമുക്ക് അറിയില്ലല്ലോ. എത്ര പേർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് ഭൂരിപക്ഷം നമുക്ക് അറിയില്ല. അതാണ് നമ്മുടെ ഒരു പരാജയവും പറ്റിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു പുതിയ വേൾഡിലേക്ക് കടക്കുമ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം വേണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും ചൈതന്യം നിറഞ്ഞ ഭാഗവതത്തോടൊപ്പം തന്നെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഏതാണ്? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് ഒരു 10 ശ്ലോകം ഭഗവത്ഗീതയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിക്കുക. കാരണം ഭഗവത്ഗീതയിലൂടെ കുട്ടികൾക്ക് എന്താണ് ജീവിതമെന്നും എന്തിനാണ് ജീവിതം. കാരണം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരരുത്. ഭഗവത്ഗീത 18 അധ്യായങ്ങളാണ്, 700ഓളം ശ്ലോകങ്ങളാണ്. ഈ 18 അധ്യായങ്ങളുള്ള ഗീതയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകമുള്ള ഭാഗവതം. ഭഗവത്ഗീത അതിന്റെ കണ്ടന്റും ഭാഗവതം എന്ന് പറയുന്നത് അതിന്റെ ഒരു വിപുലീകൃത രൂപവുമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഭാഗവതവും ഭഗവത്ഗീതയും രണ്ടല്ല, ഭഗവത്ഗീത തന്നെയാണ്. എന്തായത്? ഇത് നമുക്കൊരു സംശയം ഉണ്ടാവരുത്. ഭാഗവതം, ഇവിടെ സ്വാമി ഭാഗവതാണ് പറയുന്നത്, സ്വാമി എന്താ ഭഗവത്ഗീത പറയുന്നത്? ഭഗവത്ഗീതയും ഭാഗവതവും ഉറക്കെ പറയൂ, ഒന്നാണ്. അപ്പൊ അവിടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മള് മാനസികമായി ഉയരണമെങ്കിൽ, മനസ്സിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യൻ അവന്റെ മനസ്സിനെ ഇൻട്രോവേർട്ടഡ് ആക്കേണ്ടതുണ്ട്. അന്തർമുഖത്വം വേണം. ഈ അന്തർമുഖത്വം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അന്തർമുഖത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും അത്ഭുതകരമായൊരു ശക്തിയാണ് വിവേകശക്തി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ ഉള്ളറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്. എത്രത്തോളം അവനവന്റെ ഉള്ളിലേക്ക് അവനവന് നോക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ഒരു വ്യക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉള്ളറിവ്, ഉള്ളിലുള്ള ഇന്റലിജൻസ്,
ഈ അറിവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനെ ഉണർത്താനാണ് നമ്മൾ അന്തർമുഖത്വം. അപ്പൊ കൂർമ്മ അങ്കാനി ഇവ. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ. അംഗങ്ങൾ വലിക്കുന്ന പോലെ, ആമ അതിന്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ നമ്മൾ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ മനസ്സിനെ നിങ്ങൾ ഏകാഗ്രമാക്കാൻ ആദ്യം അന്തർമുഖത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അന്തർമുഖത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പൊ മനസ്സിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നത്. ഈ ദശാവതാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സിനെ കൂടുതൽ ദൈവീകമാക്കാൻ. ഞാനിത് പറയുമ്പോൾ കുറച്ച് നമുക്കൊരു ഇന്നത്തെ സയൻസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ബയോളജി പഠിക്കുന്ന സമയത്ത് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷനും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് സയൻസ് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം വികസിച്ചത് പല സ്റ്റേജുകളിലൂടെയാണ്. അതിനൊരു ഫസ്റ്റ് തലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന എനർജി ലെവലിലുള്ള എവല്യൂഷൻ. അതിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ്. പിന്നീടാണ് എന്താണ് പടിപടിയായിട്ടാണ് ബയോളജിക്കൽ എവല്യൂഷൻ, കൾച്ചറൽ എവല്യൂഷൻ, സോഷ്യൽ എവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള എവല്യൂഷൻ പലത് വന്നിട്ടാണ് മനുഷ്യൻ എന്ന രൂപത്തിലേക്ക് എത്തിയത്. എത്രയോ കോടിക്കണക്കിന് വർഷത്തിന്റെ ഒരു പരിണാമത്തിലൂടെയാണ് ഈ വികാസം ഉണ്ടായിട്ടുള്ളത്. ഇതര മതങ്ങൾ പറയുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് പടച്ചു വിട്ടതല്ല നമ്മളെ. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സാണിത്. ഇങ്ങനെ മനുഷ്യൻ ഇവിടെ പരിണമിച്ച് ഇവിടെ എത്തുമ്പോൾ ഇന്ന് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത് എവിടെ വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ഔന്നത്യത്തിലാണ്. ഇന്ന് നമുക്ക് വലിയ സൂപ്പർസോണിക് വിമാനങ്ങൾ കണ്ടുപിടിക്കാൻ, ഇന്ന് നമുക്ക് വലിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ചന്ദ്രയാൻ ഇറക്കാൻ പറ്റുന്നുണ്ട്, സൂര്യനിലേക്ക് സ്പേസിലേക്കൊക്കെ പലതും അയക്കാൻ പറ്റുന്നു. ഇങ്ങനെ മനുഷ്യൻ അവന്റെ ബുദ്ധിയുടെ ലോകത്തിലേക്ക് ഉയർന്നുയർന്ന് പോകുമ്പോൾ, ആ പരിണാമത്തിന്റെ ഹയർ ലെവലിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് പോകുമ്പോൾ ഒരു പരിണാമം സംഭവിക്കാതെ പോകുന്നു. മനുഷ്യന്റെ ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ, മനുഷ്യന്റെ മനസ്സുകൂടെ വികസിക്കേണ്ടതുണ്ട്. കാരണം എന്തിനാ മനസ്സ് വികസിക്കുന്നത്? മനുഷ്യന്റെ മനസ്സിനാണ് സന്തോഷം വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സംതൃപ്തി വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സമാധാനം വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് ശാന്തി വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് സ്വസ്ഥത വേണ്ടത്, മനുഷ്യന്റെ മനസ്സിനാണ് ശക്തി വേണ്ടത്. അല്ല എന്ന് പറയോ നിങ്ങൾ? നമ്മളിതൊക്കെ പറയാറില്ല, എന്റെ മനസ്സിന് സ്വസ്ഥത പോരാ, എന്റെ മനസ്സിന് ശാന്തി, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ആണോ അല്ലയോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മനസ്സിന്റെ പരിണാമത്തിന് വേണ്ടി, മനസ്സിന്റെ വികാസത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇന്ന് കുട്ടികളുടെ മനസ്സിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ സ്ട്രെസ്, ടെൻഷൻ ഉണ്ടോ? പണ്ട് നമ്മൾ ഈ വാക്കുകളൊന്നും കേട്ടില്ല. ഡിപ്രഷൻ കേൾക്കുന്നുണ്ടോ? ഇന്ന് കണ്ടമാനം സൈക്യാട്രിസ്റ്റുമാർ വരുന്നു, സൈക്കോളജിസ്റ്റുകൾ വരുന്നു. കാരണം ഡിപ്രഷനിലേക്ക് പോകുന്നു മനസ്സ്. ഉണ്ടോ ഇല്ലയോ? എന്താണെന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം മനസ്സ് എവിടെയോ നിയന്ത്രണം വിട്ടു, മനസ്സ് എവിടെയോ താളം തെറ്റുന്നു. അപ്പൊ ഇവിടെ ബുദ്ധിപരമായി പലതും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും അവശതകളും മനുഷ്യ ജീവിതത്തിൽ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഉറക്കെ പറയൂ, ഇതിനെന്താ വഴി? എന്റെ ചോദ്യം ഇതാണ്. ലോകം വികസിക്കുന്നതോടൊപ്പം, ശാസ്ത്രം വികസിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ടതുണ്ടോ ഇല്ലയോ? അപ്പൊ മനുഷ്യന്റെ മനസ്സ് വികസിപ്പിക്കാൻ എന്താണ് വഴി? എന്താണ് ആ മനസ്സിന്റെ വികാസം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ നമ്മുടെ ഋഷിവര്യന്മാർ പറയാതെ നമുക്ക് അറിവ് തന്നത്. നമ്മുടെ ഒരു കഷ്ടകാലത്തിന് നമുക്കത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടായില്ല. ഇപ്പൊ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ആ ചൈതന്യത്തിൽ, ആ അന്തരീക്ഷത്തിൽ അവിടെ ഇരിക്കുമ്പോൾ, ഇത്രയും ആളുകൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത്, നിങ്ങൾ നാമജപം ചെയ്യുമ്പോൾ, കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഊർജമുണ്ട്. ആ ഊർജത്തിന്റെ പേരാണ് ആത്മീയ ഊർജം. എന്താണ്? ഒരു ആത്മീയ ഊർജമുണ്ട്. ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ പരിവർത്തനം വരുത്തുന്നുണ്ട്. നിങ്ങൾ അറിയാതെ പരിവർത്തനം വരുത്തും. മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീക ശക്തികളെ ഉണർത്തിക്കൊണ്ട് ആ മനസ്സിനെ പ്രാപ്തിയുള്ള,
കഴിവുള്ള, ശക്തിയുള്ള, കരുത്തുള്ള, ഊർജമുള്ള, തനിക്കും സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാക്കി പരിവർത്തനം വരുത്തിയെടുക്കുക. അത് സാധിക്കണമെങ്കിൽ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സാധിക്കണം. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കുക. പൂന്താനം എന്ന് പറയുന്ന ഒരു കവി അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ അവിടെ ഇരുന്ന് ഉപാസിച്ച് അവസാനം വലിയ മനോഹരമായ ഒരു ജ്ഞാനപ്പാന എഴുതുന്നു. വാതരോഗം വന്നൊരു ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഗുരുവായൂരപ്പന് ഉപാസിച്ച് നാരായണീയം എന്നൊരു കൃതി എഴുതുന്നു. നിങ്ങൾ നോക്കൂ, ഭാരതത്തിലുണ്ടായ സകല കൃതികളും, എല്ലാ കൃതികളും ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവർ എഴുതിയവരാണ്. രാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാത്മീകി എന്ന് പറയുന്ന ഒരു കവിയുടെ മുന്നിൽ അല്ലെങ്കിൽ രത്നാകരന്റെ മുന്നിൽ ഒരു സമസ്യ, ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ കൂടെ ഉണ്ടാകും, അനുഭവിക്കുക എന്ന്. ഭാര്യ വളരെ വ്യക്തമായ ഉത്തരം പറഞ്ഞു. എനിക്ക് തോന്നാറുണ്ട് ഭാര്യ പെരുമ്പാവൂരുകാരിയായിരിക്കണമെന്ന്. കാരണം ഭാര്യ വളരെ സത്യം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട ഒരു മനുഷ്യ. നിങ്ങൾ അങ്ങനെയല്ലേ പറയാ? ആണോ അല്ലയോ? എന്നാൽ ഈ രത്നാകരൻ പെരുമ്പാവൂരുകാരനായിരുന്നില്ല. കാരണം ഇന്ന് ഭാര്യ പറയാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്നൊക്കെ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഭർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുക? ഒന്നും മിണ്ടാത്തത് ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കുന്നത്. അപ്പം കിട്ടിയിട്ടുണ്ടാ മറുപടി, ഇതിനാണോ നിങ്ങളൊക്കെ തീറ്റി പോയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട്. എന്നാൽ രത്നാകരൻ ഈ ചോദ്യം തലയിൽ കയറി. നാളെ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മുടെ കൂടെ നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വിചാരം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ബോധം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാവണം. നമ്മുടെ കൂടെ നമ്മളെ ഉണ്ടാവുള്ളൂ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇപ്പൊ നമ്മൾ അർത്ഥെടുത്തിരിക്കുന്നത് എന്റെ കൂടെ എന്റെ ജോലി ഉണ്ടാവും, എന്റെ കൂടെ എന്റെ പണം ഉണ്ടാവും, എന്റെ കൂടെ എന്റെ ആരോഗ്യം ഉണ്ടാവും. ഇതാണോ ഞാൻ എന്റെ കൂടെ ഉണ്ടാവുന്നുള്ളത്? ആണോ? എന്റെ ജോലി എന്റെ കൂടെ ഉണ്ടാവുന്നതാണോ ശരി? അല്ല. എന്റെ പണം എന്റെ കൂടെ ഉണ്ടാവുന്നതാണോ ശരി? കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലത്തെ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വാർത്ത, എത്രയോ ലക്ഷങ്ങളുടെ ലോട്ടറി അടിച്ച ആൾ അവസാനം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പണമുണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്നു ഇല്ലേ? പണം, സമ്പത്ത്, കണ്ടമാനം പണം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. സമാധാനമില്ല. നിങ്ങൾ കണ്ടില്ലേ, വയനാട്ടിലാണ് 50,000 ഒറ്റ സ്ക്വയർ ഫീറ്റുള്ള ഒരാൾ വീട് വെച്ച് ആ മനുഷ്യനാണ് ദുബായിൽ 7ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തത്. കോടിക്കണക്കിന് സമ്പത്ത് ഒരു വശത്ത്, പക്ഷെ കോടിക്കണക്കിന് കടബാധ്യത വേറൊരു ഭാഗത്ത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനം താളം തെറ്റിയാൽ പണമുണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യമുണ്ടായിട്ടും. അപ്പൊ ഒരു മനുഷ്യന്റെ കൂടെ, നിന്റെ കൂടെ നിങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആരോഗ്യമുള്ള ഒരു മനസ്സാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് എന്നല്ലേ? ആണോ? ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ആരോഗ്യമുള്ള ഒരു മനസ്സെങ്ങനെയാ ഉണ്ടാവുക? എങ്ങനെയാണ് മനസ്സിന് ആരോഗ്യമുണ്ടാക്കുക? മനസ്സിനെ ആരോഗ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടാവുകയാണ്. ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആരോഗ്യമുണ്ടാവുകയാണ്. ഒരാൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയാണ്. ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും. ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങോട്ട് എല്ലാം ഉണ്ടാവുകയാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ രൂപാന്തരം സംഭവിക്കുകയാണ്. ഒരു പൂപ്പയിൽ എപ്രകാരമാണോ ഒരു സുന്ദരമായ ഒരു പൂമ്പാറ്റ രൂപപ്പെടുന്നത്, ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ് രൂപാന്തരം വരുന്നത്. ഇങ്ങനെ രൂപാന്തരം വരണമെങ്കിൽ ആ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന കുറച്ച് ഊർജം അതിലേക്ക് വരേണ്ടതുണ്ട്, ശക്തി അതിലേക്ക് വരേണ്ടതുണ്ട്. വേണോ? ഒരു ശക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ പലതുമായി തീരുന്നത്. ഏത് ചിന്തകളാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, ആ ചിന്തകൾക്കനുസരിച്ചാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയുന്നത്. കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ സ്വാധീനിക്കുന്നു. ഒരു കൈകേകി താളം തെറ്റിപ്പോയത് മന്ദരയുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദര ഉണ്ടാക്കുന്ന ചിന്താഗതികൾ കൈകേകിയെ വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ലത്
സ്വാധീനിക്കണം. ഇന്ന് നോക്കൂ, നമ്മുടെ ചുറ്റുപാടിലേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈല്, അല്ലെങ്കിൽ അതിലുള്ള പല വീഡിയോസ്, യൂട്യൂബുകള്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകള്, ഇതൊക്കെ അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണോ? ആണോ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക? നാളെ അവരുടെ കൂടെ അവരുടെ ആരോഗ്യമുള്ള ഒരു മനസ്സേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ അവരുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി തീർക്കും? അതിന് നമുക്കിന്ന് പദ്ധതികളുണ്ടോ? ഉണ്ടോ? അതിനാണ് നമുക്ക് ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം അതാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ശക്തി ഉണർത്തുക, അതിനെ കഴിവുള്ളതാക്കുക, കരുത്തുള്ളതാക്കുക. അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിച്ച ചരിത്രമാണ് ഭാരതത്തിലുള്ളത്. ഗുരുവായൂരപ്പനെ ഉപാസിച്ച പൂന്താനത്തിന് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറയാൻ സാധിച്ചത് ഒരു മകന്റെ മരണത്തെ ഉൾക്കൊള്ളാനുള്ള, അതിനെ അതിവർത്തിക്കാനുള്ള ഒരു മനോബലം ഉള്ളത് കൊണ്ടാണ്. ആണോ? നിങ്ങൾ നാരായണീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാരായണീയത്തിൽ കാണാൻ സാധിക്കുന്നത് വാതരോഗം കൊണ്ട് തളർന്നുപോയ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിനെ തളരാൻ അദ്ദേഹം അനുവദിച്ചില്ല. ശരീരം തളർന്നു, മനസ്സ് തളരാൻ അനുവദിച്ചില്ല. ആ മനസ്സിന്റെ ചിന്തകൾ മുഴുവൻ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളായപ്പോൾ, നാമജപങ്ങളും മറ്റും ആയപ്പോൾ, ആ നാമജപത്തിന്റെ ചിന്ത കൊണ്ട് അതിലേക്ക് മനസ്സ് സ്വാധീനിക്കപ്പെട്ടപ്പോൾ മനസ്സ് രൂപാന്തരപ്പെട്ടു. കൂടുതൽ കൂടുതൽ ഒരു കരുത്തും കൂടുതൽ ശക്തിയും ആ മനസ്സിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ വാതരോഗമൊന്നും എന്നെ ബാധിക്കുന്നില്ല. വാതരോഗമുണ്ട് ശരീരത്തിന്, പക്ഷെ ഈ രോഗങ്ങളൊന്നും എന്നെ അല്പം പോലും ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദ മൈൻഡ് ക്യാൻ കംപ്ലീറ്റ്ലി ഗെറ്റ് ട്രാൻസ്ഫോംഡ്. അതിന്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിട്ടു. ഒരു വശത്ത് തളരേണ്ടിയിരുന്ന വ്യക്തി ആ തളർന്നു പോവാതെ, അത്തരം തളർത്തുന്ന ചിന്താഗതികളിലേക്ക് പോവാതെ, തന്നെ ഉണർത്തുന്ന ഊർജമുണ്ടാക്കുന്ന ചിന്താധാരകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. ആണോ? ഈ പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവാതെ, ആ ശ്രദ്ധയിലൂടെ ആ പ്രശ്നം അവരെ സ്വാധീനിക്കാതെ തളർന്നു പോവാതിരിക്കണമെങ്കിൽ അവരുടെ ശ്രദ്ധയെ അവർക്ക് തിരിച്ചുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? ഞാനും നിങ്ങളും അന്ധമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ദയവ് വിചാരിച്ച് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളതാണത്. പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. കാരണം ഹിന്ദു മതത്തിൽ പല വാക്കുകളും വളരെ തെറ്റായി ഉപയോഗിക്കപ്പെട്ട വാക്കുകളാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? അല്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നല്ലേ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്താ നിങ്ങൾ സൈലന്റ് മോഡിലിട്ടിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? ആണോ അല്ലയോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം പ്രശ്നങ്ങൾ പരിഹരിക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പരിഹരിക്കുന്നു? നോണ പറയരുത്, സത്യമേ പറയാം. അങ്ങനെ ദൈവം വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു ദൈവത്തിനും ഒരാളുടെ പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മനസ്സും വ്യത്യസ്തമാണ്, സ്വതന്ത്രമാണ്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനുള്ള ശേഷിയും കഴിവുമുണ്ട്. എന്റെ മനസ്സ് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ അഹങ്കാരം അത്ര സ്വതന്ത്രമാണ്. ആണോ? സ്വതന്ത്രമായ ഒരു അഹങ്കാരം ഉണ്ടായാൽ, ശ്രദ്ധിക്കണം നിങ്ങൾ, സ്വതന്ത്രമായ ഒരു ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ആ സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവർക്ക് ചിന്തിക്കുന്നതിലും സ്വാതന്ത്ര്യമുണ്ട്. അവരവരവര് തന്നെ തീരുമാനിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ പറയാറ്, അവനവന് നന്നാവണമെന്ന് ആർക്ക് തോന്നണം? അച്ഛൻ പ്രാർത്ഥിച്ചാൽ, അമ്മ പ്രാർത്ഥിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി കൂടുവോ? വിദ്യാഭ്യാസം കൂടുവോ? അച്ഛൻ വായിച്ചു കഴിഞ്ഞാൽ, അതാണല്ലോ ഇപ്പൊ സംഭവിക്കുന്ന വീടുകളിലൊക്കെ. ഹോംവർക്കൊക്കെ അമ്മമാരാണല്ലോ ചെയ്യുന്നത്. അമ്മമാര് ഹോംവർക്ക് ചെയ്താൽ കുട്ടിയുടെ ബുദ്ധി കൂടുവോ? കൂടുവോ? നിങ്ങൾ ചിന്തിക്കും. നമ്മൾ ഹിന്ദുക്കളെ മാറേണ്ടതുണ്ട്. കാരണം നമ്മളാണ് വഴിതെറ്റിക്കുന്ന കുട്ടികളെ. കാരണം എനിക്ക് നിങ്ങളോട് കൈ കൂപ്പി അപേക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ളത്. ദയവ് വിചാരിച്ച് ഈ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഈ കുട്ടികളെ നിങ്ങൾ വെറുതെ വിടരുത്. കുറച്ച് അവരെ ഒരു ആത്മീയ ബോധത്തിലേക്ക് വളർത്തണം. കാരണം നാളെ വലിയ ലോകത്തിലേക്കാണ് അവരിറങ്ങി ചെല്ലുന്നത്.
മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവര് മൊബൈലിലും അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷനും പറഞ്ഞയക്കും. കുറെ അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രം പോരാ. കുട്ടികളുടെ ജീവിതത്തിൽ മനസ്സിന് മനോബലമുണ്ടാക്കുന്ന, മനഃശക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഹിന്ദുമതം അതാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം ആ ഒരു തലത്തിലേക്കാണ് മനുഷ്യനെ ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചുവിടേണ്ടത്? അത് മനസ്സിലാക്കണം. നിരന്തരമായ പരിവർത്തനം കൊണ്ടേ മനസ്സിന് ശക്തി ഉണ്ടാവുള്ളൂ. ഒരു ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട്, 2 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിന് പരിണാമം ഉണ്ടാവില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കേണപേക്ഷിക്കുന്നതല്ല, നിരന്തരമായ ചില ഉപാസനകളാണ്. അതുകൊണ്ട് നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് വേണം? കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഒരു 108 തവണയെങ്കിലും നാമം ജപിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതിന്റെ സയൻസ് മനസ്സിലാവും. നാമം ജപിക്കുന്നുണ്ടോ, ശ്രദ്ധ നാമത്തിലേക്ക് തിരിയുന്നുണ്ടോ, മനസ്സ് നാമം എന്ന ഈ ചിന്തയിലേക്ക് തിരിയും തോറും ആ നാമത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം മനസ്സിലേക്ക് വന്ന് 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 ക്രമേണ 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 നമ്മൾ പണ്ട് കാലത്ത് മലയാളത്തിലൊരു പറയാറുണ്ട്, കവിതയിൽ പറയാറുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ നാമജപത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ, നിരന്തരമായൊരു നാമോപാസന ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ശക്തി മനസ്സിലേക്ക് വന്ന് വന്ന് മനസ്സിന് രൂപാന്തരം വരുമോ ഇല്ലയോ? വരുമോ ഇല്ലയോ? ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കണ്ടേ? അതുകൊണ്ട് ഈ വെക്കേഷനിൽ 2 പ്രതിജ്ഞകൾ നിങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങൾ, വേറൊന്നും ചെയ്യണ്ട. ഒന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലിപ്പഠിപ്പിക്കുക. ഏറ്റെടുക്കൂ നിങ്ങൾ? ആദ്യം നമുക്കറിയണ്ടേ വിഷ്ണു സഹസ്രനാമവും ലളിതാസ. എത്ര പേർക്ക് അറിയുന്നവരുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക്? കുറെ പേർക്ക് അറിയാം. ബാക്കിയുള്ളവരൊക്കെ ശീലിക്കണം. രാവിലെ എണീറ്റാൽ എന്ത് വേണം? ഉറക്കെ പറയൂ. നിങ്ങൾ ചൊല്ലി നോക്കൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലൂ. നാമത്തിലേക്ക് ശ്രദ്ധ തിരിയും തോറും മനസ്സ് നാമവുമായിട്ടുള്ള ആ ബന്ധം കൊണ്ട് അതിൽ നിന്നെടുക്കുന്ന ഊർജം. ഇപ്പൊ നോക്കൂ, വെളിച്ചം എന്റെ മുഖത്തേക്ക് തട്ടുമ്പോൾ എന്റെ ശരീരത്തിൽ ആ വെളിച്ചം, ആ പ്രഭ കാണുന്നു. അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മനസ്സ് നാമത്തിലേക്ക് തിരിയുമ്പോൾ ആ നാമശക്തി മനസ്സിലേക്ക് വരും തോറും മനസ്സിന് പരിവർത്തനം ക്രമേണ 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 സംഭവിക്കും. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അപ്പൊ അങ്ങനെ രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതെന്തിനാ ഈ 2 നേരം 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? രാവിലെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, പൂക്കളൊക്കെ വിടരുന്ന സമയമാണ് രാവിലെ, ഇല്ലേ? മുട്ടുകളൊക്കെ വിടരുന്ന സമയമാണ്. പ്രകൃതിയുടെ ഓരോ സെല്ലുകളും എക്സ്പാൻഡ് ചെയ്യുന്ന, വികസിക്കുന്ന സമയമാണ് രാവിലത്തെ സമയം. ആണോ? ഈ സമയത്ത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും വികസിക്കണമെങ്കിൽ അതിനെ ഇപ്പൊ സൂര്യന്റെ കിരണത്തിലേക്ക് അവരുടെ ആ ഒരു കിരണം തട്ടുമ്പോഴാണ് ഈ പൂക്കൾ അല്ലെങ്കിൽ മുട്ടുകളൊക്കെ വിടരുന്നെങ്കിൽ മന്ത്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മനസ്സ്, അതിനും ഒരു വികാസം ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു പൂവിന്റെ ചുറ്റും റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. മുട്ടിന് ഒരു ചെമ്പരത്തി പൂവിന്റെ മുട്ടിന് നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക. രാവിലെ വിടരോ? ഇതുപോലെ നമ്മുടെ കുട്ടികൾ രാവിലെ കിടന്നുറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനും ബുദ്ധിക്കും വികാസം ഉണ്ടാവുമോ? പറയൂ. ഇപ്പൊ രാവിലെ തന്നെ കുട്ടികളെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കണം. അതിനാദ്യം മുതിർന്നവർ ചൊല്ലി ശീലിക്കണം. അപ്പൊ അവരുടെ മനസ്സ് വിടരാൻ തുടങ്ങും, മനസ്സ് വികസിക്കാൻ തുടങ്ങും. മനസ്സിലാവുണ്ടല്ലോ? ഇതേപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എല്ലാം കൂമ്പി അടയുകയാണ്, കൂടിച്ചേരുകയാണ്. ഈ സമയത്ത് ലളിതാ സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് അന്ന് മനസ്സ് കൂട്ടിച്ചേർന്ന് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളെയൊക്കെ നമുക്ക് തുടച്ചു മാറ്റാൻ ഇത്തരത്തിലുള്ള നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും. മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നം എന്താ അറിയോ? അതിങ്ങനെ കുമിച്ചു കൂട്ടുന്ന ചിന്തകളൊക്കെ ഒരു പ്രായമായാൽ നമുക്ക് വലിയ ഭാരവും ബാധ്യതയും ഉണ്ടാക്കുമോ? തലയിൽ നിന്ന് ബാക്കിയെല്ലാം ഇറക്കി വെക്കാം. ചിന്തകളെ മാറ്റാൻ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? മനുഷ്യന് ഉറക്കമില്ലായ്മ കൂടി വരുന്നു, മനുഷ്യന് സ്വസ്ഥതയില്ലായ്മ കൂടി വരുന്നു. കാരണം മനസ്സിൽ അത്രമാത്രം ചിന്തകൾ കുമിഞ്ഞു 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 കൂടിക്കിടക്കുകയാണ്.
എനിക്ക് ചോദ്യം ഇതാണ് നിങ്ങളോട്. മനസ്സിൽ ഈ ചിന്തകൾ കുമിഞ്ഞു കൂടുന്തോറും മനുഷ്യൻ ഊർജമുള്ളവനാകുമോ തളർന്നവനാകുമോ? മനസ്സിൽ ഭാരം കൂടുന്തോറും മനസ്സിന് ശക്തി കൂടുമോ മനസ്സിന് ശക്തി കുറയുമോ? പറയൂ നിങ്ങൾ. കൊച്ചുകുട്ടികൾ എന്താ ഊർജത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി നടക്കുന്നത്? കാരണം അവരുടെ മനസ്സിലെ ചിന്തകൾ വളരെ കുറവാണ്. അപ്പൊ ഈ ചിന്തകൾ എങ്ങനെ മാറ്റാൻ സാധിക്കും? ലോകത്തിൽ ഫിസിക്സ് നല്ലവണ്ണം മനസ്സിലാക്കിയ ഭാരത ഋഷിവര്യന്മാരാണ്. ഇന്ന് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നു, യു കാൺ ഡിസ്ട്രോയ് എനർജി എന്ന്. യു കാൺ ക്രിയേറ്റ് എനർജി ആൻഡ് കാൺ ഡിസ്ട്രോയ് എനർജി. ഒരുപക്ഷെ ഭാരതത്തിലെ ഋഷിവര്യന്മാര് 5000 വർഷം മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, യു കനോട്ട് ഡിസ്ട്രോയ് എനർജി. നിങ്ങൾ നോക്കൂ, ഗീതയിലെടുത്ത് നോക്കാൻ കാണാം, അച്ഛേദ്യോയമദാഖ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവകദസ്താണു അജലോയം സനാതന. ഈ ശ്ലോകങ്ങൾക്ക് എടുത്തു നോക്ക് നിങ്ങൾ. 5000 വർഷം മുമ്പ് പറഞ്ഞാണ് അച്ഛേദ്യോയം, ഛേദിക്കാൻ പറ്റില്ല. അക്ലേദ്യം, നിങ്ങൾക്ക് ചീഞ്ഞളിയിപ്പിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. അശോഷ്യം, ശോഷിപ്പിക്കാൻ സാധ്യല്ല. കാരണം ഊർജത്തെ നിങ്ങൾക്ക് ഒരു വിധത്തിലും നശിപ്പിക്കാൻ. കമോൺ, ഐൻസ്റ്റീൻ അതന്നെയാ പറഞ്ഞത്. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഇത് ഭാരതത്തിലെ ഋഷിവര്യന്മാര് പറയുന്നു, ഇതിനെ നശിപ്പിക്കാൻ ഒരു കാരണവശാലും സാധ്യല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ പറയുന്നത് ഓരോ വ്യക്തികളുണ്ടല്ലോ, അതാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളത്. പല കുട്ടികളും അമ്മമാര് ശ്രദ്ധിക്കുക, പലതരത്തിലുള്ള മാനസികമായി വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൂട്ടി ചരട് കെട്ടി പോവരുത് കുട്ടികളെ. ഇതൊക്കെ നിങ്ങൾ ഒരു ഭാഗ്യമായി ചെയ്തോളൂ. പക്ഷെ ആ കുട്ടികളുടെ മനസ്സിനെ പരിവർത്തനം വരുത്തണം. കൃഷ്ണൻ പറയാണ്, ഈ മനസ്സിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമില്ലെങ്കിലും മനസ്സിനെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്താം. എന്താണ് പരിവർത്തനം വരുത്താം? നിങ്ങൾ ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയും, ഈ ദേഹിയെ ഗുണാനേതാനദിത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ. ഗുണാൻ ഏതാൻ അദീത്യ. അദീത്യ പറഞ്ഞാൽ ട്രാൻസെൻഡ് ചെയ്യുക, മറികടക്കാൻ സാധിക്കുക. അപ്പോ ഏത് വ്യക്തിയെയും, കഴിവില്ലാത്ത വ്യക്തികളെയും നമുക്ക് ഉറക്കെ പറയൂ, കഴിവുള്ളവരാക്കാം. വളരെ ഡള്ളായി ഒരു തളർന്നിരിക്കുന്നവരെയും ഊർജമുള്ളവരാക്കാം. അപ്പൊ ഓരോ വ്യക്തിയും എങ്ങനെയായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് അവരുടെ മനസ്സിൽ കൂടിക്കിടക്കുന്ന ചിന്തകളാണ്. അല്ലേ? ആണോ അല്ലയോ? ആ ചിന്തകളെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. ആ പരിവർത്തനം വരുത്തിയെടുക്കണമെങ്കിൽ നല്ല ചിന്തകളുമായി ആ മനസ്സിനെ ചേർക്കണം. ഒന്നിനോട് ചേർക്കുമ്പോഴാണ്, ഒരു ശക്തി കിട്ടുമ്പോഴാണ് വേറെ ശക്തിയിൽ നമ്മൾ പുറത്തു വരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഇരുട്ട് മാറുന്നത്. സൂര്യൻ ഉദിക്കാത്തോടത്തോളം കാലം, വെളിച്ചം വരാത്തോടത്തോളം കാലം ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല. പറ്റുമോ? ഉള്ളിലുള്ള ഇരുട്ട് മാറ്റണമെങ്കിൽ, ഉള്ളിലുള്ള അന്ധകാരം മാറ്റണമെങ്കിൽ, ഉള്ളിലുള്ള ദുർബലത മാറ്റണമെങ്കിൽ ഉള്ളിലേക്കൊരു എനർജി വരണ്ടേ? വേണോ വേണ്ടയോ? ഉറക്കെ പറയൂ നിങ്ങള്. അപ്പൊ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണോ? വേണോ? ലളിതാ സഹസ്രനാമം ചൊല്ലണോ? കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചു നോക്കൂ. നമ്മൾ തെളിയിക്കണം. ഈ ലോകത്തിൽ ഹിന്ദു തെളിയിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ബുദ്ധിയുടെ, അത് ഈ ലോകത്തിൽ ഇന്ന് കണ്ടുപിടിക്കുക ബുദ്ധിയുടെ കഴിവ്, അതിനാണ് നമുക്ക് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോയിരിക്കുന്നത്. അല്ലേ? ആണോ? ആ തരത്തിൽ നമ്മുടെ കുട്ടികൾ കണ്ടെത്തേണ്ടതുണ്ട് പലതും. ലോകത്തിന്റെ ഔന്നത്യത്തിലെത്തണം ബുദ്ധിയുണ്ട്. അതേസമയം ലോകം ഒരു വശത്ത് ബുദ്ധിപരമായി വളരുമ്പോഴും മാനസികമായിട്ടുള്ള ഒരു വളർച്ച കൂടി വേണം. ആ മാനസിക വളർച്ചയാണ് സഹവർത്തിത്വത്തിന്റെ, സഹകരണത്തിന്റെ, സമർപ്പണത്തിന്റെ, സമബുദ്ധിയുടെ വളർച്ച. ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, വികസിത രാജ്യങ്ങൾ. നിങ്ങൾ കേൾക്കണം ശരിക്കും. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും ഉപയോഗിക്കുന്ന ആപ്പിൾ വാച്ചുകൾ പോലുള്ള വാച്ചുകൾ അവിടെ നിന്നാണ് വരുന്നത്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയും ഇന്ന് അതിന്റെ പാറ്റന്റ് നമ്മൾ അമേരിക്കയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ പല ടെക്നോളജിയും അവരുടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ഒരുപാട് പാർട്സുകൾ ചൈനയുടെയാണ്. അവരൊക്കെ ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെന്റലി, മാനസികമായി അവർ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം മാനസികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ ഹിന്ദുമതം എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ ഉയർത്തുന്ന, മനസ്സിനെ സമചിത്തമാക്കുന്ന, മനസ്സിനെ മറ്റുള്ളവരെ പോലും കൈപിടിച്ചുയർത്തുന്ന ശക്തി
ശക്തിയുടെ സ്വരൂപമാണ് ഭാരതത്തിന്റെ ആത്മീയത. മനസ്സിലാവുണ്ടല്ലോ? അന്ധമായി തൊഴുതു പോകുന്നതല്ല. എന്തിനാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതിരിക്കുന്നത്? അതിപ്പോ വലിയ വിവാദങ്ങളായി കേരളത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഉണ്ടാവണം. എന്തിനാണ് നമുക്ക് അയോധ്യയിൽ രാമക്ഷേത്രം? ഇതിന് ഉത്തരം എന്താണ്? രാമൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. വെറുതെ നമ്മൾ രാമ രാമ പറഞ്ഞ പോരാ. ഇപ്പൊ നമുക്ക് മുന്നിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രം രാമന്റെ ഒരു വിഗ്രഹം മാത്രമാണ്. പക്ഷെ രാമൻ എന്ന ശബ്ദത്തിനർത്ഥം രമതി. ഒന്ന് പറയൂ എല്ലാവരും. രമിക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ വാക്ക്, അവൻ അതിൽ രമിച്ചിരിക്കുകയാണെന്ന് പറയാറുണ്ട്. ഉണ്ടോ? രമിക്കുന്നത് മനസ്സുകൊണ്ടല്ലേ? ആണോ അല്ലയോ? മനസ്സുകൊണ്ടല്ലേ? അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട പേരാണ് രാമൻ. നമുക്ക് മറ്റൊരു രാമനാവേണ്ടതുണ്ട്. നമ്മളിപ്പോ പലതിലും രമിച്ചിരിക്കുന്നവരാണ്. അവളെ കണ്ട് രമിച്ചിരിക്കുന്നവരാണെന്ന് ചെറുപ്പക്കാരെ കുറ്റം പറയും ചില അമ്മമാർ. അവളിൽ രമിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ പറയും അവൻ ശാപ്പാട്ട് രാമനാണെന്ന്. പണ്ടൊക്കെ ശാപ്പാട്ട് രാമന്മാരെ, പിന്നെയാണ് സീരിയൽ രാമന്മാര് വന്നത്. ആണോ? എന്നാൽ ഇവിടെ നമ്മൾ ഒന്നിലും ഒരു കാര്യത്തിലൂടെ രമിക്കേണ്ടതുണ്ട്. അതിന്റെ പേരാണ് ആത്മാരാമൻ. ആരാണ്? അവനവനിൽ രമിക്കുക. അവനവന്റെ മനസ്സിന്റെ നല്ലത് ചെയ്യുന്നതിൽ രമിക്കുക. ഒരു സഹവർത്തിത്വത്തിൽ രമിക്കുക. അതുപോലെ തന്നെ നന്മ ചെയ്യുന്നതിൽ രമിക്കുക. അങ്ങനെ രമിക്കാലോ? ഉണ്ടോ? ഒരു സമചിത്തതയിൽ രമിക്കുക. വേണോ വേണ്ടയോ? അതൊക്കെ സാധിക്കണമെങ്കിൽ, മനസ്സ് വികസിക്കണമെങ്കിൽ അവന് ആത്മീയമായ കാര്യത്തിൽ, സാധനകളിൽ, ഉപാസനകളിൽ, നാമജപങ്ങളിൽ രമിക്കാൻ സാധിക്കണം. ഇതിനാണ് രാവിലെ അച്ഛനും അമ്മയും കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി വെറുതെ നിങ്ങൾ തൊഴിപ്പിച്ച് കൊണ്ടുപോകരുത്. കുറച്ചു നേരം ഒരു 108 തവണയെങ്കിലും അവരെ കൊണ്ട് നാമം ജപിപ്പിച്ച് ക്രമേണ അവരുടെ മനസ്സ് നാമത്തിൽ രമിക്കുമ്പോൾ അവരുടെ മനസ്സിന് ഊർജശക്തി പറയൂ കൂടി വരുമ്പോൾ ബുദ്ധിപരമായും വികസിക്കും, മാനസികമായും വികസിക്കും. ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ വികാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായ വികാസത്തോടൊപ്പം മാനസിക. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കണ്ടു കാണും, മന്ത് കാലം എന്നുള്ളൊരു കാലുണ്ടല്ലോ, ഇല്ലേ? കാലിന് മന്ത് പിടിച്ചാൽ, ഒരു കാലില് മന്ത് എന്ന് വിചാരിക്കുക, ഒരു കാലില് പോളിയോ ബാധിച്ചാൽ ആ മനുഷ്യൻ എങ്ങനെ നടക്കുക? മനസ്സിലായില്ല? ഒരു കാല് മന്ത് കാലം, മറ്റൊരു കാല് പോളിയോ ബാധിച്ച കാലുമാണെങ്കിൽ എങ്ങനെയാ നടക്കുക? എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. ബുദ്ധിപരമായി കുറെ പഠിച്ചു വെച്ചു. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്നായി അവര് കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുന്നു, അവര് പണം ഒരുപാട് സമ്പാദിക്കുന്നു. ഒരുപക്ഷെ മന്ദകാല് പിടിച്ച പോലെയാണത്. എന്നാൽ മാനസികമായി ഈ പക്വതയും ഒക്കെ ഉള്ളവര് കുറവാണോ കൂടുതലാണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇത് ഒരു കാലം മന്ദും ഒരു കാലം പോളിയോ ബാധിച്ചതുപോലെയാണോ? നിങ്ങളിത് ഇപ്പം മിണ്ടണില്ല. ഉണ്ടോ ഇല്ലയോ? എത്ര പേരുടെ വീട്ടിലുണ്ട് അങ്ങനെയുള്ളവര്? കൈപൊക്കട്ട. ഒക്കെ ഒരുവിധം അങ്ങനെയാണ്. നമ്മളിപ്പോ കുട്ടികളെ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത്, അങ്ങനെയാണോ വാർത്തെടുക്കുന്നത്? കുറെ ബുദ്ധിപരമായ അറിവുണ്ട്, കഴിവുകളുണ്ട്, പലതുമുണ്ട്. പക്ഷെ മാനസികമായ വികാസം ഇല്ല. അവിടെയാണ് നമുക്കിത് രണ്ടും കൂടി സമന്വയിപ്പിക്കേണ്ടത്, ആരോഗ്യമുള്ളതാക്കി തീർക്കേണ്ടത്. അതിന് മനസ്സിലേക്ക് ശക്തി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയത അതാണ്.